ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് തിരക്കുകളിൽ മുങ്ങിപ്പോയതുകൊണ്ടാണ് വീഡിയോസ് മുടങ്ങിയത്. എല്ലാവരും ദയവ് ചെയ്ത് ക്ഷമിക്കുക. ലോ ഓഫ് അട്രാക്ഷൻ ശരിക്കും സയന്റിഫിക് ആണോ, അതിന് പുറകിൽ എന്തെങ്കിലും ശാസ്ത്രമുണ്ടോ എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. പലരും പലപ്പോഴും പറയും ശാസ്ത്രീയമായ എവിഡൻസ് ഇല്ലെങ്കിൽ അതെല്ലാം മിഥ്യയാണ് എന്ന്. ഇന്ന് നമ്മൾ ലോ ഓഫ് അട്രാക്ഷന്റെ പുറകിലുള്ള ന്യൂറോ സയൻസ് എന്താണെന്നാണ് നോക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ബ്രെയിനിൽ ഒരു സിസ്റ്റം ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടോ? ഈ സിസ്റ്റം നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്ന് നോക്കി നമുക്ക് ചുറ്റുമുള്ള ലോകം തന്നെ മാറ്റുന്നു. അതായത് നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ കാണുന്ന ലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് തിരഞ്ഞെടുത്ത് തരുന്ന ഒരു ഫിൽട്ടർ സിസ്റ്റമാണത്. ഇത് ലോ ഓഫ് അട്രാക്ഷൻ ആണോ അല്ലെങ്കിൽ ബ്രെയിനിന്റെ സയൻസ് ആണോ? ഈ വീഡിയോയിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ രീതിയെ തന്നെ മാറ്റിക്കളയും. കംപ്ലീറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക. നിങ്ങൾ ലോകം മാറ്റാൻ ശ്രമിക്കേണ്ട, പകരം നിങ്ങളുടെ ബ്രെയിനിനെ മാറ്റിയാൽ മാത്രം മതി. അതായത് നിങ്ങളുടെ ബ്രെയിനിനെ റീവയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. മാർച്ച് മുതൽ ഫ്രീ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്താണ് ലോ ഓഫ് അട്രാക്ഷന് പുറകിലുള്ള ന്യൂറോ സയൻസ്? നമ്മുടെ ബ്രെയിനിൽ റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്നൊരു ഭാഗമുണ്ട്. അതായത് RAS എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നത്. ഇത് എന്താണ് തീരുമാനിക്കുന്നത്? ആക്ച്വലി ഇതൊരു ഫിൽട്ടർ സിസ്റ്റം ആണ്. നിങ്ങൾക്ക് ഒട്ടുമിക്കവർക്കും അറിയാം എന്താണ് ഫിൽട്ടർ സിസ്റ്റം എന്ന്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പിൽ കയറി ഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് ആപ്പിൽ കയറുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ ഫിൽട്ടറിൽ അടിച്ചു കൊടുക്കുകയാണ് എനിക്ക് വേണ്ടത് ഇന്നതാണ്. കുർത്തിയാണെങ്കിൽ കുർത്ത, വെസ്റ്റേൺ ടോപ്പ് ആണെങ്കിൽ വെസ്റ്റേൺ ടോപ്പ്, അതല്ല ഇപ്പോൾ ആമസോണിലെങ്കിൽ ആമസോൺ ഫ്രഷ് ആണെങ്കിൽ ആമസോൺ ഫ്രഷ് നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട സാധനം എന്താണോ അത് അടിച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് എന്തെല്ലാം അവൈലബിൾ ആയിട്ടുണ്ടോ അത് നമുക്ക് കാണിച്ചു തരും സെലക്റ്റീവ് ആയിട്ട്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ബുക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ ബുക്കിന്റെ പേര് അടിച്ചു കൊടുക്കുമ്പോൾ ആ പേരിലുള്ള ബുക്ക് അതിന്റെ ഏതെങ്കിലും ഒരു കീവേഡ് കാണിച്ചിട്ട് അത് ആ കീവേഡുള്ള എല്ലാ ബുക്സും പ്രത്യക്ഷപ്പെടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ബ്രെയിനിന്റെ ഫിൽട്ടർ സിസ്റ്റമാണ് RAS അല്ലെങ്കിൽ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. ഇതാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ എന്താണ് കാണേണ്ടത്, എന്താണ് കാണേണ്ടാത്തത്, നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്താണ്, നിങ്ങൾ കാണാതെ പോകുന്നത് എന്താണ് എന്ന് തീരുമാനിക്കുന്നത് ഈ ഫിൽട്ടർ സിസ്റ്റമാണ്. ഉദാഹരണത്തിന് നിങ്ങളൊരു ബ്ലൂ വാഗണാർ ആണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്ന് കരുതുക. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചിന്തിച്ച് 2-3 ദിവസം ചിന്തയോടുകൂടി നിങ്ങൾ അത് ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുകയോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ അതിന് ശേഷം കാണുന്നതെല്ലാം ഈ ബ്ലൂ വാഗണാർ റോഡിലൂടെ പോകുന്നതായിരിക്കും. ഇതിനു മുന്നേ നിങ്ങൾ റോഡിലൂടെ പോയപ്പോഴൊക്കെ ബ്ലൂ വാഗണാർ കണ്ടിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഈ ഒരു തീരുമാനം എടുത്തതിന് ശേഷം നിങ്ങൾ കൂടുതലായും ആ വെഹിക്കിൾ ആയിരിക്കും കാണുന്നത്. നിങ്ങളുടെ ദൃഷ്ടിയിൽ ഭൂരിഭാഗവും ആ വെഹിക്കിൾ തന്നെയായിരിക്കും വരിക. നിങ്ങൾ എവിടെ പോയാലും എവിടേക്ക് തിരിഞ്ഞാലും നിങ്ങൾ ആ വെഹിക്കിൾ തന്നെ കാണാൻ തുടങ്ങും. ഇത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ആണ് ഇത് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അതായത് അത്രയും നാളും നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ആഗ്രഹം ഇല്ലായിരുന്നു. പക്ഷെ നിങ്ങൾ എന്ന് മുതലാണ് ഇതിനുവേണ്ടി ആഗ്രഹിച്ചു തുടങ്ങുക, അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും വരുന്ന ഈ ഒരു കാറിൽ നിങ്ങളുടെ ഫോക്കസ് കൊണ്ടു കൊടുക്കുന്നത് നിങ്ങളുടെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ആണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മളുടെ ഫോക്കസ് ഏതിൽ വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റമാണ്. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മളിപ്പോ ട്രാവൽ ചെയ്യാണെന്ന് വിചാരിക്കുക. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തോരം ഇൻഫർമേഷൻസ് നമ്മൾ സൈറ്റ് സീയിങ്ങിലൂടെ നമ്മൾ കാണാറുണ്ട് അല്ലെ? പക്ഷെ ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് പോകുമോ? ഇല്ല. ചില കാര്യങ്ങളിൽ നമ്മുടെ ഫോക്കസ് ചെല്ലും അല്ലെ? ചില പരസ്യത്തിന്റെ ബോർഡാണെങ്കിലോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ, ചില സെന്റൻസുകൾ അല്ലെങ്കിൽ ചില കാഴ്ചകൾ നമ്മുടെ മെമ്മറിയിൽ തങ്ങി നിൽക്കും. ഇതെന്തുകൊണ്ടാണ്? അത് നമ്മളുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ടാണ്. അപ്പോ ഏതാണ് നമ്മൾക്ക് ഹൈലി ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് കയറ്റി വിടേണ്ടെന്ന് ഡിസൈഡ് ചെയ്യുന്ന ഫിൽട്ടർ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് എന്താണോ ചിന്തിക്കുന്നത്, കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കുന്നത് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം
എങ്ങനെ വേണമെന്ന് ഈ റെട്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം നമുക്ക് കാണിച്ചു തരും. എനിക്ക് ഭാഗ്യമില്ല എന്നാണ് നിങ്ങൾ സ്ഥിരം ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ ബ്രെയിൻ അതിനുള്ള തെളിവുകളാണ് നമുക്ക് ശേഖരിച്ചു തരിക. എന്നാൽ എനിക്ക് അവസരങ്ങൾ വരുന്നു, എനിക്ക് ചുറ്റും അവസരങ്ങളുടെ സാഗരമാണ്, എനിക്ക് ചുറ്റും അവസരങ്ങൾ ഒരുപാടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, സ്ഥിരമായിട്ട് പറയുന്നതെങ്കിൽ എന്റെ ബ്രെയിൻ എനിക്ക് ചുറ്റും അവസരങ്ങളെ ഹൈലൈറ്റ് ചെയ്തു തരും. നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകമോ നിങ്ങൾക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളോ ഒന്നും തന്നെ മാറിയിട്ടില്ല. പക്ഷേ നിങ്ങളുടെ തോട്ട്സ് മാറി, അതിനനുസരിച്ച് നിങ്ങളുടെ ഫിൽട്ടറും മാറി. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും അവസരങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. നിങ്ങളുടെ ഡോമിനന്റ് തോട്ട്സ് ആണ് നിങ്ങളുടെ റിയാലിറ്റി ഫിൽട്ടർ. അതായത് നിങ്ങൾ സ്ഥിരമായിട്ട് എന്ത് ചിന്തയാണോ ഫോക്കസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റിയാലിറ്റി ആയിട്ട് മാറുന്നത്. എല്ലാവരും സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നത്. അതായത് ഒരേ ചിന്ത വീണ്ടും വീണ്ടും ചിന്തിച്ചാൽ അത് പുതിയൊരു ന്യൂറൽ പാത്വേ ആയി ശക്തമായി രൂപപ്പെടും. ന്യൂറോൺസ് ദാറ്റ് ഫയർ ടുഗദർ വയർ ടുഗദർ എന്നാണ്. അതായത് ഒരേ ചിന്ത നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏതൊക്കെ ന്യൂറോൺസ് ആണോ ഫയർ ചെയ്യുന്നത് ആ ന്യൂറോൺസ് തമ്മിൽ ഒരു കണക്ഷൻസ് രൂപപ്പെട്ട് ഒരു പാത്വേ ശക്തമാകും. അപ്പോ അതൊരു പുതിയ പാത്വേ ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ മാറും. അതാണ് നമ്മളെ ബ്രെയിൻ റീവയറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് എനിക്കൊരു കാര്യം പറ്റില്ല, അതെനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് പറ്റില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ ഉള്ളില് എന്റെ ദൗർബല്യം ശക്തമായിട്ട് വരും. അതിന് പകരം ഞാൻ പറയുന്നത് എനിക്ക് കഴിയും, എനിക്ക് പറ്റും, എനിക്ക് കഴിയും, എന്നെ കൊണ്ട് അതിന് സാധിക്കും എന്നുള്ള ഒരു ചിന്തയും ഒരു അഫർമേഷനുമാണ് ഞാൻ സ്ഥിരമായി പറയുന്നതെങ്കിൽ എന്റെ ഉള്ളിലെ ആത്മവിശ്വാസം കൂടുതൽ ശക്തമാകും. കാരണം എന്റെ ബ്രെയിനിൽ എനിക്ക് പറ്റും എന്നുള്ള ന്യൂറോൺസ് ഒന്നിച്ച് ഫയർ ചെയ്ത് അതെല്ലാം കൂടെ ഫയർ ചെയ്ത് എന്റെ ന്യൂറൽ പാത്വേ കൂടുതൽ ശക്തമാകും. റെട്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അതിനെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ അഫർമേഷൻസ് ഒന്നും വെറുതെ അല്ല, ഇത് പറയുന്നത് വെറും വേസ്റ്റ് അല്ല, നമ്മുടെ ബ്രെയിനിനെ റീപ്രോഗ്രാം ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യണമെന്ന് പറഞ്ഞല്ലേ, നിങ്ങൾ നിങ്ങളുടെ വിജയത്തെ മനസ്സിൽ കാണുമ്പോൾ ബ്രെയിൻ അത് പകുതി റിയൽ ആയിട്ട് തന്നെയാണ് അംഗീകരിക്കുന്നത്. അതായത് നമ്മൾ ഇല്ലാത്ത അവസ്ഥയിൽ ഉണ്ട് എന്നുള്ളതാണ് വിഷ്വലൈസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഞാൻ സക്സീഡ് ചെയ്തു, എനിക്ക് ചുറ്റും എല്ലാം ഉണ്ട്, ഞാൻ വിജയിച്ചു, വിജയത്തിൽ നിൽക്കുകയാണ് എന്നുള്ള ഒരു ഇമോഷൻ നമ്മൾ കൊണ്ടുവരുമ്പോൾ ബ്രെയിനിന് ഏതാണ് റിയാലിറ്റി, ഏതാണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്, ഭാവന ഏതാണ്, റിയാലിറ്റി ഏതാണെന്ന് ബ്രെയിനിന് മനസ്സിലാവില്ല. ബ്രെയിൻ എന്താണ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ് വിശ്വസിക്കുന്നത്, ഇത് ശരിയാണ്, ഇത് റിയൽ ആണ് എന്ന് വിശ്വസിച്ചിട്ട് RAS വഴിയായിട്ട് നമുക്ക് വിജയിക്കാനുള്ള വഴികൾ നമുക്ക് ചുറ്റും കൊണ്ടുതരുന്നു. അത്ലറ്റ്സ് പലരും ഇത് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസ്, ഇവരെല്ലാവരും ഇത് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ഇമാജിൻ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഉള്ളിലെ ഭയം കുറയുകയും ഭയം കുറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്ഷൻസ് എടുക്കാൻ പറ്റുകയും ചെയ്യും. ഇമോഷൻ ആണ് പ്രധാനം എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ. ഫീലിംഗ് ഇല്ലാത്ത ആ ഒരു ചിന്ത കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനം ഇല്ല എന്ന് പറയാറുണ്ട്. അതായത് നമ്മൾക്ക് ഒരു ഗോളില് അതിന്റെ ഇമോഷൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഗോൾ അച്ചീവ് ചെയ്യാൻ കുറച്ച് സമയം കൂടുതലെടുക്കും. അതായത് അത് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഉൾപ്പെടുത്താൻ പറയുന്നത്. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ എന്താ, ഓൾറെഡി എനിക്കത് കിട്ടിക്കഴിഞ്ഞതിന് നന്ദി എന്നാണ് നമ്മൾ പറയുന്നത്. നന്ദി എപ്പോഴാണ് നമ്മൾ പറയുന്നത്, ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ലഭിച്ചു കഴിയുമ്പോഴാണ്. അപ്പൊ ഒരു സാധനം നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അത് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, അതിന് നന്ദി എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചിന്തിക്കും, ഓക്കെ ഇത് അവർക്ക് സാധിച്ച് കഴിഞ്ഞു, അതിലാണ് അവർക്ക് സന്തോഷം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ചുറ്റും അതിനുള്ള കാര്യങ്ങളാണ് ക്രിയേറ്റ്. അപ്പൊ ഒരു കാര്യം സംഭവിച്ചത് പോലെ ഫീൽ ചെയ്താൽ ബ്രെയിൻ അതിനെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്ക് ചെയ്യും. അപ്പൊ നമ്മുടെ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ന്യൂറൽ വയറിങ്ങിനെ വേഗത്തിലാക്കും. അതായത് നമ്മൾ ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്യില്ലേ, അതിന്റെ ആ ഒരു സ്പീഡ് ഭയങ്കരമായിട്ട് കൂട്ടും നമ്മുടെ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്. നിങ്ങൾക്ക് നല്ലത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ബോഡിയിലെ ഹാപ്പി ഹോർമോണായ ഡോപാമിൻ റിലീസ് ചെയ്യും. നമുക്ക് ഫോക്കസും നമ്മുടെ ഉള്ളിൽ നിന്നൊരു പ്രേരണയും അതിനൊപ്പമുള്ള മോട്ടിവേഷനും ഉണ്ടാകുമ്പോഴാണ് ഡോപാമിൻ റിലീസ് നടക്കുന്നത്. അത് പോസിറ്റീവ് ആയിരിക്കുമ്പോഴാണ് ഡോപാമിൻ റിലീസ് ആവുന്നത്. അതായത് നമ്മുടെ ചിന്തകൾ മാറുമ്പോൾ നമ്മുടെ ബിലീഫ്സ് മാറും. നമ്മുടെ ബിലീഫ്സ് മാറുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ കെമിസ്ട്രി തന്നെ മാറും. നമ്മുടെ ബ്രെയിനിന്റെ കെമിസ്ട്രി മാറുമ്പോൾ നമ്മുടെ ബിഹേവിയർ മാറും. നമ്മുടെ ബിഹേവിയർ നമ്മൾ മാറിക്കഴിയുമ്പോൾ അത് നമുക്ക് പോസിറ്റീവ് റിസൾട്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യും.
ഇങ്ങനെയാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻ പോസിബിൾ ആവുന്നത്. അതായത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ വിഷ് ചെയ്യുന്നു, ഇതല്ല സംഭവിക്കുന്നത്. ഇത് ബ്രെയിനിലെ അലൈൻമെന്റ് ആണ്, അതാണ് മാറുന്നത്. അതായത് നമ്മുടെ തോട്ട്സ് നമ്മൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുമ്പോൾ ആ അറ്റൻഷനിലെ എന്തൊക്കെ തോട്ട്സ് ആണോ ഉള്ളത് അതിലേക്ക് ഫോക്കസ്ഡ് ആവുന്നു. ആ അറ്റൻഷൻ, ആ ഫോക്കസ് നമ്മളെ ആക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. ഈ ആക്ഷൻ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി തരുന്നു. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പൊ ഇനി നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ റുട്ടീൻ എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ നിങ്ങളുടെ ഗോൾ എഴുതി വെക്കുന്നു അല്ലെ, കൃത്യമായിട്ട് എന്താണെന്നുള്ള സ്പെസിഫിക് ഗോൾ എഴുതി വെക്കുന്നു. അതിനുശേഷം നിങ്ങൾ എല്ലാ ദിവസവും 5 മിനിറ്റ് ആ ഗോളിനെ വിഷ്വലൈസ് ചെയ്യുന്നു. അതോടൊപ്പം ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നു. പിന്നെ പോസിറ്റീവ് ബിലീഫ്സ് റിപ്പീറ്റ് ചെയ്യുന്നു, അതായത് അഫർമേഷൻസ് പറയുന്നു. പിന്നെയോ ഒരു ചെറിയ അലൈൻഡ് ആക്ഷൻ എടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. ഈ കൺസിസ്റ്റൻസി നിങ്ങളുടെ ഐഡന്റിറ്റി തന്നെ മാറ്റിക്കളയും. നിങ്ങൾക്ക് ചുറ്റുമുള്ളതൊന്നും നിങ്ങളെ മാറ്റുന്നില്ല. അതായത് യൂണിവേഴ്സോ ബാക്കിയുള്ളവരോ നിങ്ങളുടെ സാഹചര്യങ്ങളോ ഒന്നുമല്ല നിങ്ങളെ മാറ്റുന്നത്. പകരം എന്താണ്? നിങ്ങളുടെ ബ്രെയിൻ ആണ് നിങ്ങളെ മാറ്റുന്നത്. നിങ്ങളുടെ ബ്രെയിൻ മാറ്റിയാൽ, അതായത് ബ്രെയിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ആണ്. അപ്പൊ നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ മാറ്റിയാൽ നിങ്ങളുടെ ജീവിതം മാറും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി, ഇത് നിങ്ങൾ ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കമന്റ് ചെയ്യൂ, എന്റെ ബ്രെയിൻ ഞാൻ കൺട്രോൾ ചെയ്യും എന്ന് കമന്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ, ലവ് യു ഓൾ.